Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay. എല്ലാവരും ആയോ? ഇത്രയൊക്കെ തന്നെ പേരാണോ കേറാറ് നമ്മുടെ ക്ലാസ്സില് എവറിഡേ? ആണോ? ഇത്രയുള്ള സ്ട്രെങ്ത് ഇത്രയും ടവറുള്ളോ? 42, 42, 43. ഇന്ത്യ മിണ്ടാത്തെ പെട്ടെന്ന് മിണ്ടാതായി പോയില്ലോ. യൂട്യൂബ് കൊടുത്തില്ലല്ലോ ഞാൻ. ഹലോ ഹലോ ഹലോ, കേൾക്കണ്ടോ? ഇല്ല മാം, കുറച്ചുപേരും കൂടി കേറാറുണ്ട്. കേറാറുണ്ട്. വഴി വരുന്നവരാണോ അവർ? വഴിയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും അല്ലെ? മഴയൊക്കെയല്ലേ, റേഞ്ച് പ്രോബ്ലം കാണും. ബിലോ 100 ഉണ്ടാവാറുണ്ടെന്ന്. ഇത്രയും മഴയായിരുന്നു, നമുക്ക് ഇന്ന് അവധി. സംക്രാന്തി അല്ലേ, ചിലപ്പോ അതായിരിക്കും. സംക്രാന്തി അല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും. ശരി ശരി, ശരിയാവും. ഓക്കെ. പിന്നെ അവിടെ മഴയില്ലേ? ഇവിടെ നല്ല മഴയാ. ഭയങ്കര മഴയാ, ഭയങ്കര മഴയാ. നമ്മള് എത്താനൊക്കെ റോഡൊക്കെ, വണ്ടിയൊക്കെ ഓടിച്ചു വരുമ്പോഴേ ഭയങ്കര സ്ലിപ്പറിയുമാണ് റോഡൊക്കെ, കുണ്ടും കുഴിയും. പിന്നെ ചില സ്ഥലത്തൊക്കെ ഭയങ്കര സ്ലിപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മള് വണ്ടി ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധനമല്ലേ, പെട്ടെന്നൊന്നും എത്താൻ പറ്റൂല. അപ്പൊ അതിന്റെ ഒരു ഇതില് 2 മിനിറ്റ് നമ്മളൊന്ന് ലേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ാണ്. ഓക്കെ, എന്തായാലും നമുക്കിന്ന് ക്ലാസ് ഉള്ള സ്ഥിതിക്ക് ക്ലാസ് നടത്താം. ബാക്കിയുള്ളവര് തിരക്കിലാണെങ്കിൽ അവര് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ വാച്ച് ചെയ്യേക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സുഖല്ലേ എല്ലാവർക്കും? ക്ലാസ് ഒക്കെ നന്നായി പോണില്ലേ? സുഖാണ്, സുഖാന്ന് കേൾക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല, ക്ലാസ്സിന് വരാൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചോദിക്കട്ടെ, കുറേ ദിവസമായി കണ്ടതുകൊണ്ടേ എവിടം വരെയൊക്കെ നമ്മൾ എടുക്കുന്നൊക്കെ ഓർമ്മയുണ്ടാവുന്നാവോ? ഐശ്വര്യ, എവിടെയെങ്കിലും എടുത്തത് നിർത്തിയത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സില് പൾമണോളജി വരെ നമ്മൾ ലാസ്റ്റ് എടുത്തു. പൾമണോളജി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അവിടം വരെയാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ ആഴ്ചയിൽ ഒരിക്കലല്ലേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, അവിടെ വരെ തന്നെയാണോ? നമ്മൾ കുറെ ക്ലാസ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരേ ക്ലാസ് പോകുമ്പോ എവിടെയാണ് നിർത്തിയത് നമ്മൾ എന്തായാലും നോട്ട് ചെയ്തൊക്കെ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ എന്നെ മറന്നുപോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എന്നെ മറന്നുപോയി കഴിഞ്ഞാൽ എന്റെ ടോപ്പിക് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ മറന്നിട്ടില്ല. ഓക്കെ, അപ്പൊ പൾമനോളജി വരെയാണ് നമ്മൾ പറഞ്ഞത്. പൾമനോളജിക്ക് സം അതർ നെയിംസ് അല്ലെ? മറ്റെന്തൊക്കെയോ പേരുകളുണ്ടല്ലോ. പ്രിയ, വാട്ട് ഈസ് ഇറ്റ് എന്ന് പറയാമോ? പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന് വേറെയും കുറച്ച് പേരുകളിൽ അറിയപ്പെടുമല്ലോ. പ്രിയ ഉണ്ടോ? പ്രിയ പറയാമോ? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, യെസ്, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ എന്ന് 3 പേരുകളും കൂടി അറിയുന്നുണ്ട്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉൾപ്പെടെ പൾമനോളജിസ്റ്റുകൾ ഇത്തരം സ്പെഷ്യൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ കണ്ടീഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു എന്താ പറയാ ന്യൂമോണിയ, അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ആസ്തമ, ട്യൂബർക്കുലോസിസ്, ഇങ്ങനെ ഉള്ള കുറെ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. ആൻഡ് പൾമനോളജിസ്റ്റുകളാണ് ഇതിന് കൂടുതൽ കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസീസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ? നമ്മുടെ ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പൾമനോളജി എന്ന് നമ്മൾ കണ്ടു അല്ലെ? നമ്മളതിന് തൊട്ട് മുന്നേ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? പൾമനോളജിക്ക് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? അനഘ പറയാമോ? ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ബിഫോർ സൈക്യാട്രി അല്ലെ? സൈക്യാട്രിയിൽ എന്തൊക്കെയാണ് സർവീസസ്? അതായത് സൈക്യാട്രി നമുക്കറിയാം, മെന്റൽ ഡിസോർഡേഴ്സ്, നമ്മളുടെ ബിഹേവിയറൽ കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന അപാകതകൾ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കറിയാം.
ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് സം അതർ സർവീസസ്. ഇത് കൂടാതെ ആ മെന്റൽ ഡിസോർഡേഴ്സിനെ ബിഹേവിയറൽ ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, നമ്മളുടെ ഇമോഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് സം എക്സ്ട്രാ സർവീസസ്. ഇവർ വേറെ എന്തൊക്കെയോ സർവീസസ് കൂടി നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണെന്നൊന്ന് പറയാമോ? ഏതെങ്കിലും ഓർമ്മയുണ്ടോ? സന്ധ്യ, ക്യാൻ യു സേ? യെസ് മാം. കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡയഗ്നോസിങ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ട്രീറ്റിംഗ്, പിന്നെ IQ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഡി അഡിക്ഷൻ സർവീസസ് ഉണ്ട്. ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കൗൺസിലിംഗ്, അതായത് അവർക്ക് അവരുടെ മെന്റലി സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. മെന്റലി ഡിസോർഡേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് IQ ടെസ്റ്റുകൾ, അവരുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത് IQ ടെസ്റ്റ് ആണ്. മാത്രമല്ല ഇത് എന്താ പറയാ, ഡയഗ്നോസിങ്, ട്രീറ്റിംഗ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു സൈക്യാട്രിക്, അല്ലെ, സൈക്യാട്രിക് പരമായിട്ടുള്ള ഇൽനെസ്സുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒത്തിരി സേവനങ്ങളും ഇതിന്റെ പുറമെ, അതായത് ഈ മെന്റൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുക മാത്രമല്ല ഇത്തരം എക്സ്ട്രാ സർവീസസും കൂടി സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം. നിങ്ങളെ ഒന്ന് അവിടേക്ക് കൊണ്ടുവരാനും ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് കുറച്ച് 2-3 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പൊ ആർ യു റെഡി? നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? ഇനി ഇത് തീർക്കണ്ട. ഈ ചാപ്റ്റർ കുറച്ച് ദിവസമായി നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലാഗ് ആയത്. അതർവൈസ് ഇതിപ്പോ മാത്രമല്ല, ഇത് ഏത് രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് ഭാഗത്തെ ശരീരത്തിലെ ഏത് ഓർഗൻ, ഏത് ബോഡി പാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ കിട്ടുന്നതൊക്കെയാണ് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻഡ് ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കുകയില്ലേ. നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഇരിക്കുകയെ പെട്ടെന്ന്. അതേസമയം ഇങ്ങനെ കുറെ വായിച്ചു പഠിക്കാനുള്ളതാകുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആകില്ല. നമുക്കറിയാലോ, അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴില്ലേ, ചില വീഡിയോസിലൂടെ പഠിക്കുമ്പോൾ, ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും അങ്ങനെയാട്ടെ. ഡിഗ്രിയിലൊക്കെ വരുന്ന പിള്ളേരൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നൊന്നും പഠിക്കില്ല, ഒന്നും കേട്ടുപോലും ഇരിക്കില്ല. എന്നിട്ട് ഈ വല്ല പ്രോബ്ലം പേപ്പറിനൊക്കെ വല്ലതൊക്കെ ട്യൂഷന് പോകും. അല്ലാത്ത വിഷയങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നു. ഇന്ന ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അവിടെ നോക്കി പഠിച്ചോ. അവിടെ അപ്പൊ അത് കേട്ടോണ്ടിരുന്നാ മതി. അവര് വർക്ക് ചെയ്യാൻ തയ്യാറല്ല, എഴുതുവോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വായിക്കോ, അതിനൊന്നും തയ്യാറല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ചു പഠിക്കാം. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ റിലേറ്റ് ചെയ്തൊക്കെ പറഞ്ഞത്, കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് പറഞ്ഞത്. ഇനിയുള്ള ചിലപ്പോൾ ടോപ്പിക്സിലൊന്നും നമുക്ക് അത്രയും ഇലാബറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ട്രേറ്റ് ഫോർവേഡ് നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സിലുള്ളത് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരാം. ഓക്കെ, സോ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. പ്ലാസ്റ്റിക് സർജറി ആണ്. പ്ലാസ്റ്റിക് സർജറി, അല്ലെ? കേട്ടിട്ടുണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് സർജറി. നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സിൽ ഏതെങ്കിലും, അതായത് നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ പുറമേ കാണുന്ന ഭാഗത്തുണ്ടാകുന്ന ചില റിപ്പയർമെന്റുകൾ, ചില എന്താ പറയാ, വീൽ ചെയർ, നമ്മൾ ആക്സിഡൻസിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വീൽ ചെയർ, ബോഡി പാർട്സിൽ വല്ല സ്ക്രാച്ചസോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ അറിയാലോ ഫേസിലൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറി. അപ്പൊ അത് നമ്മുടെ ഇന്റേണൽ ഇഞ്ചുറിയേക്കാൾ കൂടുതൽ നമ്മൾ ബോധർ ചെയ്യുന്നത് മിക്കവാറും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയാ എക്സ്റ്റേണൽ ഇഞ്ചുറി ആയിരിക്കും. കാരണം അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ബോഡിയുടെ എന്താ പറയാ ഷേപ്പ് മാറുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചർ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഇത് മാറുന്നു. ഫേസ് ആണെങ്കിൽ ഫേസിലുള്ള ചില കാര്യങ്ങളുടെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ഡിഫക്റ്റുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ബെയർ ചെയ്യാൻ പറ്റില്ല. ഫോർ ദിസ് ഈ പറയുന്ന പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സർജിക്കൽ റിപ്പയർമെന്റ് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. സർജറീസിലൂടെ ദേ ക്യാൻ റിപ്പയർ അവരുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ഡിഫക്ട്സുകളെയും എന്താ പറയാ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, വെദർ ഇറ്റ് മേ ബി സർജറി, ചിലപ്പോൾ സർജറിയിലൂടെ ആകാം. അപ്പൊ എല്ലാം സർജറിയിലൂടെ ഇത് മാറ്റി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ 2 സബ് സ്പെഷ്യാലിറ്റീസ്. ഇത് പ്രധാനമായിട്ട് 2 സബ് സ്പെഷ്യാലിറ്റി ഈ ഒരു മേഖലയിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കാൻ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറിക്ക് എന്തിനാ 2 മേഖല എന്ന്. ഒന്ന് എന്താണെന്നറിയോ, ഒന്ന് നമ്മളുടെ നമ്മള് ജന്മന ഉണ്ടാകുന്ന ചില എന്താ പറയാ ക്രമക്കേടുകൾ, നമ്മുടെ ഫേസിലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ്.
ഡിഫക്റ്റുകൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ണിന്റെയോ മൂക്കിന്റെയോ ഒക്കെ ഘടനയിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ ചുണ്ടിന്റെ ഘടനയിൽ മാറ്റമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില ആളുകളിലൊക്കെ ബി കറക്റ്റഡ് ബൈ യൂസിങ് ദിസ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പൊ പ്ലാസ്റ്റിക് സർജറി 2 സബ് സ്പെഷ്യാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചുണ്ട്, ചില ആളുകളുടെ ചുണ്ടിലൊക്കെ എന്തെങ്കിലും പാട് അല്ലെ, അതായത് മുറിഞ്ഞിട്ടുള്ള പാടുകൾ വലിയ ചിലപ്പോ ജന്മനാ കിട്ടിയതാകാം, അല്ലെങ്കിൽ വലിയ ആക്സിഡൻസിലോ വല്ല ഏതെങ്കിലും ലൈഫിന്റെ ഇടയിലെങ്കിലും വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വലിയ ഇഞ്ചുറീസ്. അപ്പൊ അത് നമ്മൾ ചിലപ്പോ ഭേദമാക്കി ഓപ്പറേഷൻസിലൂടെയോ മറ്റു സർജറീസിലൂടെയൊക്കെ ഭേദമാക്കിയെങ്കിലും എന്താണ് അപ്പൊ അത്തരം ഡിഫക്റ്റുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. കട്ടായതല്ലടാ, ഞാൻ ഒന്ന് കട്ടാക്കി. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം. ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആവില്ലെന്നാണോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലെന്നാണോ ഇത്രയും നേരം പറഞ്ഞത്? അല്ലെങ്കിൽ എനിബഡി ഒരാളുടെ കുഴപ്പം കൊണ്ടാണോ എന്നാണ് ചോദിക്കണേ. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ആരാ ചോദിച്ചത്? ഞാനൊന്ന് ഇടയ്ക്ക് കട്ടാക്കി. അത് അവിടെ ഒരാൾ വന്ന് ഒരു കാര്യം ചോദിച്ചപ്പോ ഞാൻ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടൊന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്തതാ. ഇപ്പൊ ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് മറുപടി പറയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ നടത്തുന്നത് ഇത്തരം നമ്മുടെ ഫേഷ്യലിലോ അല്ലെങ്കിൽ കൈകളിലോ കാലുകളിലോ ഇപ്പൊ പൊള്ളലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഭാഗത്ത് മുഴുവനൊക്കെ സ്കിന്നിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് പറ്റി, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റിലൂടെ എന്തെങ്കിലും പറ്റി, അപ്പൊ അവിടെയൊക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമ്മുടെ നേരത്തെയുള്ള നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും കറക്റ്റ് ചെയ്ത് അവരെ അങ്ങനെ ആക്കാനും ഒക്കെ പറ്റും. അതിനെയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ്. അതിന്റെ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കും. അടുത്തത് എന്താണെന്ന് അറിയാമോ? കോസ്മെറ്റിക് സർജറിയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അപ്പിയറൻസിനെ കുറച്ചുകൂടി അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സർജറിയാണ്. എന്ന് വെച്ചാൽ കൂടുതലും ഇതൊക്കെ വല്ല ഫിലിം സ്റ്റാർസ് ഒക്കെ ചെയ്യുന്ന ഒരു സർജറിയാണ്. ഏത്? കോസ്മെറ്റിക് സർജറി. അതായത് ചില സർജറീസിലൂടെ അവരുടെ ഫേഷ്യൽ ആയിട്ടുള്ള അപ്പിയറൻസിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ, കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതലും ഒത്തിരി കാശുകാരും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസ്, വലിയ വലിയ സെലിബ്രിറ്റീസും മറ്റൊക്കെയാണ് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് തന്നെ ലേഡി സൂപ്പർ സ്റ്റാറുകളും അതുപോലെ തന്നെ ഒത്തിരി ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ കാശ് ഇതിന് വളരെയധികം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഈ ഇത്തരം കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സർജറിയുമാണ്, പക്ഷെ എങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. അത് നമ്മുടെ അപ്പിയറൻസിനെ കുറച്ചുകൂടി അപ്പീലിംഗ് ആക്കാൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ മരുന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻസും ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ, അപ്പൊ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചില ഭാഗങ്ങളിലുള്ള കൊഴുപ്പുകളൊക്കെ നീക്കി ഭയങ്കര കുറച്ചുകൂടി ആ ബോഡി സ്ട്രക്ചറോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ ഭാവങ്ങളോ ഒക്കെ മാറ്റിയെടുക്കാൻ, അതായത് ആ അപ്പിയറൻസിനെ കുറച്ചുകൂടി അപ്പീലിംഗ് ആക്കാൻ എന്ന് വെച്ചാൽ ആളുകൾ കാണുമ്പോൾ ഭംഗി എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് നമ്മളുടെ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൺ ദ വേ നമ്മുടെ ലൈഫിനിടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ആക്സിഡന്റിന്റെ ഫലമായോ ശരീരത്തിലെ ഹ്യൂമൻ ബോഡി പാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷണൽ ഡിഫക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. എന്നാൽ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് ദ ബോഡി ടു മേക്ക് ഇറ്റ് മോർ അപ്പീലിംഗ് ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. നമ്മുടെ സൗന്ദര്യമൊക്കെ ഒന്ന് കുറച്ച് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ അപ്പീലിംഗ് ഒന്ന് കുറച്ചുകൂടി എന്താ പറയാ അപ്പിയറൻസ് ഒന്നുകൂടി അപ്പീലിംഗ് ആക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സർജറിയാണ് നമ്മൾ കോസ്മെറ്റിക് സർജറി എന്ന് പറയാം. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ ആണ് നമ്മളുടെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മുടെ ബോഡി സ്ട്രക്ചർ. അപ്പൊ ഈ കോസ്മെറ്റിക് സർജറി ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അനാട്ടമി, നമ്മുടെ ബോഡി സ്ട്രക്ചർ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് കൂടുതൽ അപ്പീലിംഗ് ആക്കുക, അതായത് നമ്മൾ അപ്പിയറൻസ് കുറച്ചുകൂടി ഭംഗി കൂട്ടുക. ഇതൊക്കെയാണ് ഈ കോസ്മെറ്റിക് സർജറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടും ഒന്നിലാണ് പറഞ്ഞേക്കുന്നത്. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്
ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ യൂറിനറി ട്രാക്ട് സിസ്റ്റം ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുൾ സ്പെക്ട്രം ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇതിനു മുമ്പ്. വിച്ച് ഇസ് ദാറ്റ്? ഏതായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റ്? ക്യാൻ യു സേ? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എന്തായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താ? പഠിച്ചില്ല? ഫീമെയിൽ, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രത്യുൽപാദന അവയവങ്ങളെ മൊത്തം ബാധിക്കുന്ന രോഗങ്ങൾക്ക് അതിൽ ഓക്കെ, വെരി ഗുഡ്. ഗൈനക്കോളജിയാണ്. അപ്പൊ ഗൈനക്കോളജി ഫീമെയിലിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫീമെയിലിന് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുള്ളൂ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില്? അല്ല, ബോത്ത് മെയിലിനും ഉണ്ടാകാം പല പ്രശ്നങ്ങളും. ഓക്കെ, അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടില്ല. അപ്പൊ ഇവിടെയാണ് അത് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ? നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതാണ് യൂറിനറി ട്രാക്ട് സിസ്റ്റം. നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതും ഉൾപ്പെടെ. മാത്രമല്ല, അത് മെയിലായാലും ഫീമെയിലായാലും മാത്രമല്ല, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്കുള്ള ഡിസീസസ്, അവിടെ ഉണ്ടാകുന്ന പല രോഗങ്ങൾ ഉണ്ടാവുമല്ലോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും പലതരത്തിലുള്ള ഡിസീസസ് ബാധിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന അല്ലെങ്കിൽ യൂറോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് നമ്മുടെ എടുത്ത് പറയുന്നത്? ഏതൊക്കെ അവയവങ്ങളാണ് ഈ നമ്മുടെ ഈ യൂറോളജിയിൽ എന്താ പറയാ ചികിത്സ ചെയ്യപ്പെടുന്നത്? ഏതൊക്കെ ഓർഗൻ, നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്, ഇൻസൈഡ് ഓർഗൻസ് ആണ് ഈ ഒരു യൂറോളജി വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ചികിത്സിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ കിഡ്നി ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻസ് ഉണ്ട്, അഡ്രിനൽ ഗ്രന്ഥികളുണ്ട്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ആണ് നമ്മുടെ യൂറോളജി ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ്. യൂറോളജിയിൽ ഉൾപ്പെടുന്ന ഓർഗൻസിന്റെ പേരുകൾ ഓർത്തിരിക്കുക: കിഡ്നി, അഡ്രിനൽ ഗ്ലാൻസ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം പെടും. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ വൃക്കയുടെ, അതായത് കിഡ്നിയുടെ മുകൾ ഭാഗത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലുള്ള ഒരു അന്തസ്രാവി ഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡിനെയാണ് നമ്മളത് വിളിക്കാം. അത്തരം ഗ്ലാൻഡിനും അതുപോലെ ആ ഗ്ലാൻഡിനും അതുപോലെ തന്നെ നോട്ട് കാണാൻ പറ്റില്ല അല്ലെ ഈ സംഭവം. ഓക്കെ, സെക്കൻഡ്.
താഴേക്ക് പോയി. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണണ്ടോ സ്ക്രീൻ? ഓക്കെ ആണോ? ഓക്കെ, യെസ്. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ യുറേത്ര, അതുപോലെ യൂറിനറി ബ്ലാഡർ, യുറേറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രനാളി, നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ചെറിയ നാളിയാണ്. അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ, അത് നമ്മുടെ യൂറിനെ എന്താ പറയാ സംഭരിച്ചിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്, ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ വേണ്ടിയിട്ട്. യൂറേത്ര എന്ന് പറയുന്നത് ഡെപ്ത് പാർട്ട് ഓഫ് ദ യൂറിനറി ബ്ലാഡർ, നമ്മുടെ യൂറേത്രയുടെ അറ്റത്തുണ്ടാകുന്ന ഒരു ഓപ്പണിംഗ്, മൂത്രം പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള, യൂറിൻ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഡക്റ്റിനെയാണ്, ഒരു ചെറിയ സുഷിരമാണ്, അതാണ്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ കംപ്ലൈന്റുകളും, എല്ലാ ഡിസീസസും ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് യൂറോളജി. അല്ലെങ്കിൽ യൂറോളജി എന്ന് പറയുന്ന അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസിന്റെ പേര് മറക്കണ്ട. കിഡ്നി, അതെന്താണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, യുറേത്ര, യൂറിനറി ബ്ലാഡർ, യുറേറ്റേഴ്സ് ആൻഡ് ഓൾസോ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഇത് മാത്രമല്ല, യൂറോളജിയില് എന്താ പറയാ, മെഡിക്കൽ കണ്ടീഷൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് യൂറിൻ ഇൻഫെക്ഷൻസ്, നമ്മുടെ മൂത്ര സംബന്ധമായിട്ടുള്ള പല ഇൻഫെക്ഷൻസ്, യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ മഴക്കാലമൊക്കെയാണ് അല്ലെ, നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറയും. വേനൽക്കാലം ആകുമ്പോൾ നമ്മള് നിർബന്ധിച്ച് നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്യപ്പെടും കുടിക്കാനായിട്ട്. ബിക്കോസ് നമുക്ക് ഓർക്കാം, അല്ലെങ്കിൽ ദാഹം ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അതുകൂടാതെ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് വരും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കഴിക്കും. എന്നാൽ മഴക്കാലം വരുമ്പോ നമ്മൾ എപ്പോഴെപ്പോഴും വാഷ്റൂമിൽ പോകണം അല്ലെ, മൂത്രം ഒഴിക്കാൻ പോകണം എന്നുള്ള ആ ഒരു ഇത് മടിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കും. ഒന്നാമത് തന്നെ ഈ മഴക്കാലം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ കയറാൻ അധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കുന്ന ആ ക്വാണ്ടിറ്റി കുറയ്ക്കും. ക്വാണ്ടിറ്റി കുറച്ചാൽ തീർച്ചയായിട്ടും മഴക്കാലത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, മഴക്കാലത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ബിക്കോസ് വി ആർ നോട്ട് ടേക്കിംഗ് ആഫ്റ്റർ എന്താ പറയാ ഇനാഡക്വേറ്റ് ആയിട്ടുള്ള വെള്ളം ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ഈ ഒരു കണ്ടീഷൻസിലേക്ക് പോകാൻ. സോ ആഡക്വേറ്റ് വാട്ടർ പോലും നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് മാത്രമല്ല, ചില സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലാഡർ ഓർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതും പിന്നെ മാത്രമല്ല കിഡ്നി സ്റ്റോൺസ്, കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആണ്. അതായത് നമ്മുടെ ജന്മനാ തന്നെ നമുക്ക് കിട്ടുന്ന പല ഇത്തരം കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്ന, ഇത്തരം ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള, അതിനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സർജറീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ട്രോമാറ്റിക് ഇഞ്ചുറീസും ഇവിടെ എന്താ പറയാ, ട്രോമാറ്റിക് ഇഞ്ചുറി അപ്പൊ നമ്മളുടെ ട്രോമാറ്റിക് ഇഞ്ചുറീസും ഇവിടെ ക്യൂർ ചെയ്യപ്പെടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മളിപ്പോ പെട്ടെന്ന് വലിയൊരു ആക്സിഡന്റിൽ ഇങ്ങനെ അടിച്ചൊക്കെ വല്ലയിടത്തൊക്കെ തലയടിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ശരീരഭാഗമൊക്കെ അടിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന വലിയ മുറിവുകളൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചുറീസ്. അത് ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഉണ്ടാകാം. അപ്പൊ അത്തരം ഇഞ്ചുറീസും നമ്മുടെ കിഡ്നി സ്റ്റോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ജന്മന ഉണ്ടാകുന്ന ചില അബ്നോർമാലിറ്റീസ്, ഈ പറയുന്ന ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ് ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അപ്പൊ അത് പിന്നെന്താ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതായത് നമ്മുടെ ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഓർഗനില്, ആ പ്രോസ്റ്റേറ്റിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ, അതിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അത് അവരുടെ റിപ്രൊഡക്ഷനെ ബാധിക്കും, ആ ഭാഗത്തൊക്കെ ക്യാൻസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. അപ്പൊ വൈഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മെയിൽ അല്ലെ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഫിമെയിലിനും യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസീസസ്, നമ്മുടെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും അവിടെ അവർക്കും എന്താണ് പറയാ, മെയിൽസിനും പോലെ തന്നെ ഫിമെയിൽസിനും എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏതൊക്കെ അവയവങ്ങളാണെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ്. കിഡ്നി ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ്, യൂറിനറി ബ്ലാഡർ, യുറേറ്റേഴ്സ് ആൻഡ് യുറേത്ര, പിന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ സർജറീസ് പ്രൊവൈഡഡ് ഫോർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ കിഡ്നി സ്റ്റോൺസ് ആൻഡ് കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ഓൾസോ ട്രോമാറ്റിക് ഇഞ്ചുറീസ്. ഇതിലൊക്കെയുള്ള സർജറീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. മനസ്സിലായോ എന്താണെന്ന്?
ക്ലിയർ ആണോ? ഉണ്ടെങ്കിൽ യൂറിനറി അല്ലെങ്കിൽ യൂറോളജി ആൻഡ് ആൻഡ്രോളജിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട്. അതെന്താണ്? യൂറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മൂത്രനാളിയാണ്. നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ചെറിയ ഇതാണ്. യൂറിനറി ബ്ലാഡർ കളക്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് യൂറിൻ. യുറേത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഓപ്പണിംഗ് ഓർ ഡക്ട് ത്രൂ വിച്ച് ദ യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്. നമ്മുടെ യൂറിൻ പുറത്തേക്ക് പോകുന്ന ആ ഒരു ചെറിയ നാളം, എന്താ പറയാ, ഒരു സുഷിരമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് എഴുതി വെക്കാം. ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണെന്ന്, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്, അവരുടെ ഇമ്പോർട്ടന്റ് അവയവമാണ്. അതിനകത്ത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സർജറിയിലൂടെ മാറ്റിയാൽ മാത്രമേ അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ക്ലിയർ ആകുള്ളൂ. അതുപോലെ തന്നെ പ്രത്യുൽപാദനം നടത്താനായുള്ള സഹായകരമാകുള്ളൂ. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ നോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാം. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റലാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതെന്നാണ്. ഒത്തിരി പഠിച്ചു, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏത് അവയവങ്ങളെ ബാധിക്കുന്നു എന്ന് ചിലതിന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവയവങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കാം. ഒന്ന് എഴുതി വെക്കാം കേട്ടോ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് ഹെഡിങ് ചെയ്താൽ മറ്റേതിനകത്തൊന്നുമില്ല, പ്ലാസ്റ്റിക് സർജറിയിൽ ഒന്നുമില്ല. വിച്ച് ഈസ് ഗിവൺ അവിടെ തന്നിരിക്കുന്ന ആ നോട്ട് തന്നെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്. അതിന് എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് ഹെഡിങ് ചെയ്താൽ യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഹെഡിങ് ചെയ്താൽ ഒന്ന് മലയാളം അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചേക്കട്ടാ. യൂറിനറി ട്രാക്ട് സിസ്റ്റം, അതിന്റെ മലയാളം ഒന്ന് എഴുതി വെച്ചേക്കാം. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെ കുറിച്ചൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല. യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധ, യൂറിൻ ഇൻഫെക്ഷൻ, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. യൂറിനറി ട്രാക്ട് സിസ്റ്റം. അപ്പൊ യൂറിനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ യൂറിനറി ഇൻഫെക്ഷൻ മാത്രമല്ല കേട്ടാ, ഒത്തിരി വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം ഡിസീസസ് എല്ലാം, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഈ ഡിപ്പാർട്ട്മെന്റിലാണ് ചികിത്സിക്കുന്നത്. യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധ വെറുതെ എഴുതി വെക്കാൻ അറിയാൻ വേണ്ടി. അടുത്തത് അഡ്രിനൽ ഗ്ലാൻസ്. The glands which are seen, above the kidney, 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 the gland which is seen above the kidney in the shape of triangle, in light yellowish color, light yellowish കളർ അല്ലെങ്കിൽ പെയിൽ യെല്ലോയിഷ് കളർ, രണ്ടും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് എഴുതിപ്പിച്ചത്. അതൊന്നും അതിപ്പോ പിന്നീട് നോക്കുമ്പോ അതെന്ത് സംഭവം, അഡ്രിനൽ ഗ്ലാൻഡ് എന്താണ്, കിഡ്നിയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ. പിന്നെ യുറേറ്റേഴ്സിന്റെ മലയാളം എഴുതി വെച്ചേക്കാം, മൂത്രനാളി. യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു പൈപ്പ്, മൂത്രനാളി. യുറേത്ര എന്താന്ന് ചോദിച്ചേക്കാം. യുറേത്ര, ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്. ഡക്ട്, DUCT, ഡക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ്, ഒരു തുറന്ന ഭാഗം, അതിൽ കൂടി പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം. ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്, യൂറിൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ആ ചെറിയ സുഷിരം, ആ ഒരു ദ്വാരം, ഓപ്പണിംഗ്, അതാണ് യുറേത്ര. പിന്നെന്താ അടുത്തത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ. PROSTATE, പ്രോസ്റ്റേറ്റ്
പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഹൈഫനേറ്റഡ് എഴുതാം. It is an important organ. It is an important organ in the, it is an important organ in the male reproductive system. Male, M-A-L-E, male reproductive system. Important organ in male reproductive system. The cancer in this, the cancer in this organ is called prostate cancer. The cancer in this organ, ഈ അവയവത്തില് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഓർഗനിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക. The cancer which is in this organ is called prostate cancer. എഴുതിയോ? ഇത് കഴിഞ്ഞോ എല്ലാവരും? പ്ലാസ്റ്റിക് സർജറി, യൂറോളജി ആൻഡ് ആൻഡ്രോളജി കിട്ടിയോ? നോട്ട്സും കിട്ടിയല്ലോ അല്ലെ? നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇവിടെ വരെ വളരെ ശരിയല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? മഴയത്ത് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് എല്ലാവരും അവിടെ ചെരിഞ്ഞിരുന്ന് ഉറങ്ങിയാ? ഞാൻ അവിടെ കിടന്ന് മച്ചിണ്ടാക്കിട്ട് വല്ലവരും കേക്കണ്ടാന്നാവോ? ഇപ്പുറത്തുണ്ടായിരുന്നു അല്ലേ? ഓ, ഇപ്പുറത്ത് കുറെ തമ്പ് വരുന്നുണ്ട്, അത് കാണാൻ പറ്റില്ലേ? ഇപ്പുറത്ത് നമ്മൾ നോട്ട് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നോണ്ടേ ഞാൻ ഇവിടെ 1-2 പേരുടെ ഓക്കെ കേൾക്കണുള്ളൂ. അതുകൊണ്ടാ ഞാൻ വിചാരിച്ചു ഇനി മഴയൊക്കെ അല്ലേ, അവിടെ കുറച്ചുകൂടി ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമ്മളപ്പോ ഇത്രയും ദിവസം 2-3-4 ക്ലാസ്സുകളായിട്ട് നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ OP വിഭാഗത്തിലുള്ള വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു നോട്ട് ഓൺലി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫംഗ്ഷനിങ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? ഒരു ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കാരണം നമ്മൾ രോഗവുമായി ചെല്ലുമ്പോൾ നമ്മുടെ രോഗം മാറണം അല്ലെ? രോഗം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ അവിടെ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ OP എന്നും IP എന്നും 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ നമ്മൾ കണ്ടു അല്ലെ? ഇൻപേഷ്യന്റ് ആയിട്ട് പേഷ്യൻസിന്റെ രോഗത്തിന്റെ ഗൗരവവും അതുപോലൊക്കെ അതൊക്കെ കണക്കിലെടുത്തിട്ട് ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ദേ ആർ കോൾഡ് ഇൻപേഷ്യൻസ്. അവരെ നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് വിളിക്കും. സം പേഷ്യൻസ് വിൽ കം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ദേ ലീവ് ദ ഹോസ്പിറ്റൽ വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ബിഫോർ ദ ഡേ കംപ്ലീറ്റ്സ്. ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ഒരു ദിവസം വന്നിട്ട് അവരെ നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കും. അവർ മരുന്നുകളൊക്കെ ആയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ നൽകുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ 2ആയി തരംതിരിച്ചു എന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ പരിചയപ്പെട്ടു. Now we are going to see which are the supportive departments which supports the medical department. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ കൂടി വേണം അല്ലെ? എന്നാൽ മാത്രമേ അതിന്റെ ആ പൂർണ്ണത അവിടെ ഉണ്ടാവുള്ളൂ. ആ ട്രീറ്റ്മെന്റ് പൂർണ്ണമാകണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി വേണം. അപ്പൊ അത് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. ഫസ്റ്റ് പേജിൽ നമ്മൾ അന്ന് ആദ്യം കണ്ടു അല്ലെ? ഫസ്റ്റ് പേജിൽ ബോക്സ് ഒക്കെ ആയിട്ട് ഒരു ടേബിൾ ഫോമിലൊക്കെ നമുക്ക് തന്നപ്പോൾ നമ്മൾ അത് കണ്ടിരുന്നു. പക്ഷെ ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്കാണ് പോകുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ആസ് വി സി, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, housekeeping, dietary service department, IT and communication, medical social service, physiotherapy, medical maintenance and engineering, purchase department and material management. ഇത് കുറെയൊക്കെ നമുക്ക് വേറെ വേറെ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ ക്ലിനിക്കൽ ലബോറട്ടറി? ആദ്യത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തായിരിക്കും ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്? അതായത് which provides different types of procedures which helps the treatment. ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെന്റുകൾ നടത്താൻ എളുപ്പമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ?
ചില രോഗങ്ങൾ ഡോക്ടർക്ക് ഇങ്ങനെ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നോക്കി, വാതർ നോക്കി, കണ്ണൂർ നോക്കി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് they can identify what is the disease. രോഗം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇൻ ഓൾ കേസസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എല്ലാ രീതിയിലും വെച്ച് നോക്കുമ്പോൾ, എല്ലാ സാഹചര്യത്തിലും ഇതിങ്ങനെ മിയർ ടെസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് അവരെ നോക്കി മുഖത്ത് നോക്കിയോ അല്ലെങ്കിൽ പരിശോധിച്ചോ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് ഇവരുടെ രോഗം എന്താണ്. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ സെയിം രോഗമായിട്ട് വിതിൻ 2 വീക്സ് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കും അല്ലെങ്കിൽ 1 മാസത്തിനിടയിൽ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. മരുന്നുകൾ കൊടുക്കുന്നു, പക്ഷെ രോഗത്തിന് യാതൊരു മാറ്റവുമില്ല. 1-2 ആഴ്ചത്തേക്ക് മാറി നിൽക്കും, എഗെയിൻ വീണ്ടും അത് വരുന്നു. അപ്പൊ അത്തരം രോഗങ്ങൾ വീണ്ടും നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ എന്താണ് പറയാ, പിന്നെ ആ മരുന്ന് തന്നെ ഡോക്ടേഴ്സ് തരുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഡോക്ടർ പറയും, എനിക്ക് പറ്റുന്ന രീതിയിൽ, അതായത് എന്താണോ രോഗത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ചുള്ള മരുന്നുകളൊക്കെ ഓൾറെഡി ഐ ഹാവ് ഗിവൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതൊന്നും എല്ലാ കാര്യങ്ങള് ദർ മേ ബി സം അതർ കോസസ്, റീസൺസ്. അപ്പൊ ഇറ്റ് ഹാവ് ടു ബി ടെസ്റ്റഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിന് വേറെ കാരണങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മളോട് ബോഡി ഫ്ലൂയിഡുകൾ ഏതെങ്കിലും എടുത്ത് ബ്ലഡോ യൂറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പോലെ കൊടുക്കാറുണ്ട് അല്ലെ, കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ. അപ്പൊ ഈ ബോഡി ഫ്ലൂയിഡുകൾ ഏതെങ്കിലും എടുക്കുന്നു, ലാബിൽ കൊടുക്കുന്നു, ക്ലിനിക്കൽ ലാബ്സിൽ അത് ടെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ദ റിസൾട്ട്സ് വിൽ ബി ഹാൻഡ് ഓവർ ടു ദ ഡോക്ടേഴ്സ്. അതിന്റെ റിസൾട്ട് ഡോക്ടേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആൻഡ് ഫ്രം ദാറ്റ് അതിൽ നിന്നും ദേ ക്യാൻ ഐഡന്റിഫൈ ഈസ് ദർ എനി പ്രോബ്ലം. അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്നിന് പുറമെ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ശരീരത്തില്, അതുകൊണ്ടാണ് ആ രോഗം മാറാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് വളച്ചു തിരിച്ചു വിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? A wide range of procedures or tests have to be performed to help the doctors for their treatment. ഡോക്ടർമാരെ അവരുടെ ട്രീറ്റ്മെന്റിനെ സഹായിക്കുന്ന രീതിയിൽ എന്താ പറയാ ടെസ്റ്റുകൾ നടത്തി പ്രൊസീജിയേഴ്സിലൂടെ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ പഠിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് എന്താ? ക്ലിയർ ആയോ? ക്ലിനിക്കൽ ലബോറട്ടറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായോ എല്ലാവർക്കും? കിട്ടിയോ? അടുത്തത്തെ പോലെ ഷോർട്ട് നോട്ട് പോലെ ഞാൻ എഴുതി തരാം. മിണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതെ പോണു. ഇവിടെ ഭയങ്കര മഴയുടെ സൗണ്ടാ. എന്തെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണ്ടോ? മഴയുടെയാണ്. എന്റെ കൂടാതെ ഏതെങ്കിലും സൗണ്ട് ഉണ്ടോ? എന്താ? ഇല്ല. ഓക്കെ ദെൻ അപ്പൊ അടുത്തത് എന്താ? അപ്പൊ മനസ്സിലായിണ്ടാവില്ല ക്ലിനിക്കൽ ലബോറട്ടറി എന്താണ്. അടുത്തത് റേഡിയോ ഡയഗ്നോസിസ് സർവീസസ് ആണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് ഉപയോഗിച്ച് അതും ഇതുപോലെ തന്നെ ഒരു ഇമേജിംഗ് പ്രൊസീജിയർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന് ഉണ്ടാകുന്ന ചില ക്രമക്കേടുകള് അല്ലെങ്കിൽ അതിനെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ കൊണ്ട് ഹിസ്റ്റോളജിയിലേക്ക് നമ്മൾ എത്തിയില്ല. ഞാൻ അവിടെ വരട്ടെ, എന്നെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ പോവുകയാണ്. ഞാൻ അവിടെ പറഞ്ഞില്ല, ഞാൻ ആ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ ഇങ്ങനെ ബുള്ളറ്റ് ഇട്ട് ഇങ്ങനെ എഴുതിയിട്ടില്ലേ, അവിടെ വരെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് അപ്പൊ പിന്നെ ഞാൻ അവിടെ തന്നെ പറയൂട്ടാ. അവിടെ എത്തിയിട്ടില്ല. ശ്രദ്ധ പോണ്ടിട്ടാ, ശ്രദ്ധ പോണ്ട്. മഴയിലേക്കാണോ എവിടേക്കാണോ ശ്രദ്ധ പോണേ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ റേഡിയോ ഡയഗ്നോസിസ് സർവീസ് ആണ്. അതില് റേഡിയോ അതായത് ഒരു ഇമേജിംഗ് പ്രോസസ് ആണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ഉണ്ടാകുന്ന ഇന്റേണൽ ഓർഗൻസ് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ് ആകാം, ചില രോഗങ്ങളാകാം, അതിനെ ബാധിക്കുന്ന ചില രോഗങ്ങളൊക്കെ നമുക്ക് ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെ എക്സ്റേസ് ആകാം, സ്കാനിങ് ആകാം, ഇതിലൂടെയൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ തൊട്ടുമുന്നിൽ പറഞ്ഞ എന്താ ക്ലിനിക്കൽ ലബോറട്ടറി. അന്ന് ഞാനത് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡുകൾ പുറത്തേക്ക് എടുത്ത് വെച്ച് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് രോഗത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇത് അതല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒന്നും എടുക്കുന്നില്ല. ഇന്റേണൽ പാർട്സിലെ ഉള്ളിലുള്ള അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്റേസിലൂടെയോ അല്ലെങ്കിൽ സ്കാനിങ്ങിലൂടെയോ അതുപോലെ നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഹൈ ആക്സിലറേറ്റഡ് റേസ് ശരീരത്തിലേക്ക് കടത്തിവിട്ട് അതിന്റെ ഇമേജിംഗ് മോണിറ്ററിൽ പതിപ്പിച്ച് അവര് ദേ ക്യാൻ ഐഡന്റിഫൈ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദർ ഡിസീസ്. ആ പേഷ്യന്റിന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. ക്ലിയർ ആയോ?
മറ്റേത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച്. രണ്ടും രണ്ട് രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ളത് സ്റ്റെറിലൈസേഷൻ ഓഫ് ദ എക്യുപ്മെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് ഇൻ ദയർ സർജറീസ് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ്. അല്ലെ, ഡോക്ടേഴ്സും അതുപോലെ ലാബ്സിലും ഒക്കെ മറ്റ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. കത്രിക, കുഞ്ഞു കുഞ്ഞു കത്തി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം ഇവര് ഓരോ സർജറീസ് കഴിയുമ്പോഴും ഇതെല്ലാം ഓരോ ട്രെയിലാക്കി ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ലാബ്സിലും അതെ പല ഇതുപോലെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അത് അവരവരുടെ ട്രെയില് അവരും അവിടെ സൂക്ഷിച്ചു വെക്കും. ആൻഡ് ഈച്ച് എവറി ടൈം ടു ടൈം അതൊക്കെ അടുത്ത പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദീസ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. വേറൊരു രോഗിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രോഗിയുടെ ഇത്തരം സാധനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതേ പറഞ്ഞ എക്യുപ്മെന്റിൽ തന്നെ എടുത്ത് ഒഴിക്കരുത്. ടെസ്റ്റ് ട്യൂബുകളൊക്കെ അതിനകത്ത് തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളുണ്ട്, അണുക്കൾ അവരുടെ ആ ബോഡി ഫ്ലൂയിഡിനകത്തുണ്ട്, അത് മറ്റൊരാളുടെ ഇതിലേക്കും മിക്സ് ചെയ്യപ്പെടാം അല്ലെ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ഓർ സ്റ്റെറിലൈസ്ഡ് ഫ്രം ടൈം ടു ടൈം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. നമ്മൾ ചിലപ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊന്നും നമ്മളുടെ കണ്ണിൽ പെടില്ലായിരിക്കും. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരാണ്. പക്ഷെ നമ്മൾ അതൊന്നും വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇതൊന്നും ചിലപ്പോ മെയിൻ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഏരിയാസിലാകണമെന്ന് നിർബന്ധമില്ല. വിസിബിൾ ആയിട്ടുള്ള ഏരിയാസിൽ വേണ്ട ചില ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തു പറയുന്നുണ്ട്. കാഷ്വാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോസ്പിറ്റലിൽ ഏറ്റവും മുമ്പിൽ തന്നെ വേണം. അല്ലാണ്ട് കാഷ്വാലിറ്റി എവിടെ നിന്ന് അന്വേഷിച്ച് പിടിച്ചു വരുമ്പോഴേക്കും രോഗിയുടെ അവസ്ഥ വളരെ മോശമാകും. ചിലപ്പോ രോഗി തന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അതൊക്കെ ഫ്രണ്ട് ഡോറിൽ തന്നെ ഫ്രണ്ട് എൻട്രൻസിന്റെ ഭാഗത്ത് തന്നെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാർമസി ഒക്കെ എവിടെ വേണം എന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ ഫാർമസി എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ടല്ലോ, അന്നേരം പഠിക്കുന്നുണ്ട്. എവിടെയായിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി, ഒരു ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ഏകദേശം എവിടെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലെ നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അത്ര വിസിബിൾ ആകുന്ന സ്ഥലത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് നമ്മളല്ലല്ലോ ഇത് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റൽസിന്റെ അതിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഡോക്ടേഴ്സ് ഇത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ട്രെയിൽ പ്ലേസ് ചെയ്യുന്നു, അവിടെ വെക്കുന്നു, മാറ്റി വെക്കും. എന്നിട്ട് അടുത്ത പേഷ്യന്റ് അപ്പൊ അന്ന് ഡേ അവസാനിക്കുമ്പോഴേക്കും ആ സെറ്റുകളെല്ലാം ഓരോ ട്രെയിൽ പ്ലേസ് ചെയ്തൊക്കെ എടുത്ത് എവിടേക്ക് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ചിട്ട് അവരുടെ ഒരു പ്രോസസ് ഉണ്ട്. അത് എൻട്രിയിൽ അത് വെച്ചു കൊടുക്കുന്നു. അത് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് എക്സിറ്റിലൂടെ അത് റിസീവ് ചെയ്യാം. എന്നിട്ട് സോർട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കാം. അപ്പൊ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പഠിക്കാൻ പോകണ്ട അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഹോസ്പിറ്റൽ ഫാർമസി എന്താ മരുന്ന് കിട്ടുന്ന സ്ഥലം. ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മള് രോഗത്തിന്റെ വിവരം പറയുക മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് മെഡിസിൻ കൂടി വാങ്ങിച്ചിട്ടാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുക. അതല്ലാണ്ട് ഡോക്ടർ മാത്രം കണ്ടതുകൊണ്ട് നമ്മുടെ രോഗം മാറുമോ? ഇല്ല. ആഫ്റ്റർ ഓൾ വി ഹാവ് ടു കളക്ട് അവർ മെഡിസിൻസ് ഫ്രം ദ ഫാർമസി ആൻഡ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അല്ലെ, നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനകത്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്യും. എന്താ പറയാ 3 നേരം ഭക്ഷണത്തിന് മുമ്പ് അതിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് മാത്രം എന്റെ സമയം കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ നിർത്താൻ പറഞ്ഞോ? ആരെ പറഞ്ഞേ? ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയേക്കാം. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നമുക്ക് മരുന്ന് തരുന്ന സ്ഥലമാണ്. ഒരു അറിയിപ്പുണ്ട്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നമ്മളോട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. മുകളിൽ നിന്നുള്ള നിർദ്ദേശം നേരത്തെ പറഞ്ഞല്ല. കുറെ പേരൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ല. എല്ലാ ദിവസവും 100 പിള്ളേരിൽ താഴെ കയറും എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലാസ് ആണ് ടൈം ടേബിൾ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ കുറെ പേര് വന്നില്ല. കുറെ ദിവസമായിട്ട് എന്നെ കണ്ടിട്ട് എന്നിട്ട് അവർ മനഃപൂർവ്വം വന്നില്ല. അപ്പൊ നമുക്കിന്ന് നിർദ്ദേശമുണ്ട്. ആഫ്റ്റർ ദിസ് ക്ലാസ് ദെർ വിൽ ബി നോ ക്ലാസ്സസ്. അടുത്ത ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഹെവി റെയിൻ ആണെന്ന്, അതുകൊണ്ട് ക്ലാസ് നിർത്താനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മൾ ഇത് ഒന്ന് നിർത്തിയേക്കട്ടെ. അല്ല, എന്താ പറയാ, പറഞ്ഞു തുടങ്ങിയതൊന്ന് അവസാനിപ്പിച്ചോട്ടെ ഞാൻ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ നിർത്തി പോണോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് നിർത്താം.
ഇത് കഴിഞ്ഞിട്ട് അല്ലെ, ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് വേഗം ഒന്ന് പറഞ്ഞു പോട്ടെ. അപ്പൊ അടുത്തത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഹോസ്പിറ്റൽ ഫാർമസി എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് മരുന്നുകൾ എന്താ പറയാ കിട്ടുന്ന സ്ഥലമാണ്. ഈ മരുന്നും കൂടി കൊണ്ടുപോയി കഴിച്ചാൽ നമ്മുടെ രോഗം ഭേദമാകുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി. അടുത്തത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമുക്കറിയാല മെഡിക്കൽ സംബന്ധമായിട്ട് ഒരുപാട് റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകും, അവിടെ എന്തൊക്കെ മരുന്നുകളുണ്ട് അതിന്റെ റെക്കോർഡ്സ് ഉണ്ടാകും, ഏതൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എക്കോ എടുക്കാനുള്ള മെഷീൻസ് ഉണ്ടാകാം, എന്താ പറയാ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഓരോ ഇതുണ്ടല്ലോ നമ്മുടെ മെഷീൻസ് ഒക്കെ. എക്കോ കാർഡിയാഗ്രാം എടുക്കുന്ന മെഷീൻസ് ഉണ്ട്, ഒത്തിരി സ്കാനിങ് മെഷീൻസ് ഉണ്ട്, MRI മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്കാനിങ് മെഷീൻസ് ഉണ്ട്. ഈ എക്യുപ്മെന്റുകളൊക്കെ ഇന്നതൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽസിന്റെ റെക്കോർഡ്സിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, എല്ലാം ഡോക്ടേഴ്സ് എത്ര പേരുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ട്, അവിടേക്ക് എത്ര സ്റ്റാഫ്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് എവറിത്തിങ്. അടുത്ത എന്താ ഹൗസ് കീപ്പിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താണ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താ, ഹോസ്പിറ്റൽസിന്റെ സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ അടുക്കും ചിട്ടയും വൃത്തിയോടെ. വൃത്തിയാക്കുക മാത്രമല്ല കേട്ടോ ഹൗസ് കീപ്പിങ്ങിനകത്ത് വരിക അല്ലെ. നമ്മൾ എല്ലാം നീറ്റ് ആയിട്ട്, ഇപ്പൊ ഒരു ഡോക്ടറിന്റെ ടേബിള് അല്ലെ, ടേബിളിൽ അവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് ഒരു ദിവസത്തെ ചിലപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഇതെല്ലാം അലങ്കോലമായിട്ടുണ്ടാകും. അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക, അതൊക്കെ യഥാസ്ഥാനങ്ങളിൽ വെക്കുക. അതും കൂടി പെടും എന്താ പറയാ ഹൗസ് കീപ്പിംഗ്. നമ്മുടെ വീട്ടിലെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ എടുക്കേണ്ട പെട്ടെന്ന് റീച്ച് ചെയ്യേണ്ട സ്ഥാനത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആകെ ഇതാവും, ആരെടുത്തത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പറയുന്നത് വേറെ ഭാഷയൊക്കെ ആയിരിക്കും അല്ലെ. നമ്മൾ വെച്ച സാധനം നമ്മൾ ഇരിക്കുന്ന അത് നമ്മുടെ ഹാൻഡ് റീച്ച് ചെയ്യുന്ന സ്ഥലത്ത് അത് വേണം എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ബിസി അല്ലേ, അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കണം. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദെയർ സറൗണ്ടിങ്സ് ക്ലീൻ, നീറ്റ് ആൻഡ് ഓൾസോ എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ സ്പേസ്. ഏതിനും അതിൻ്റെതായ സ്ഥലത്തൊക്കെ വെക്കുക എന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡയറ്ററി സർവീസ്, ഡയറ്ററി അല്ലെ, ഡയറ്ററി പേഷ്യൻസിന് വേണ്ട ഒരു കാര്യമാണ്. പേഷ്യൻസ് ഹാവ് ടു ബി പ്രൊവൈഡഡ് ഡയറ്ററി സർവീസസ് ബിക്കോസ് അവർക്ക് അവരുടെ രോഗത്തിനനുസരിച്ചിട്ടുള്ള ഫുഡുകളായിരിക്കണം ക്യാൻറ്റീനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ പറഞ്ഞു നമ്മൾ വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ പോരാ. ചില റെസ്റ്റോറന്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പരിസരത്ത് നിൽക്കാനേ നമുക്ക് തോന്നില്ല, ബിക്കോസ് അവിടുത്തെ ചുറ്റുപാട് നമ്മളൊന്ന് വീക്ഷിക്കും. അപ്പൊ ഒട്ടും എന്താ പറയാ ഹൈജീനിക് അല്ല, ക്ലീൻ അല്ല, ക്ലെൻലിനെസ് ഇല്ലാത്ത ഇത് പരിസരമൊക്കെ കണ്ടുകഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് പെട്ടെന്ന് വിട്ടുപോകും. ഇതിലും ഭേദം കഴിക്കാണ്ട് വിശപ്പ് സഹിക്കുന്നതായിരിക്കും ഭേദം. അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ക്യാൻറ്റീൻ ആകുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഫുഡും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് പ്രകാരമുള്ള ഫുഡൊക്കെ അത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിന് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള സറൗണ്ടിങ്സിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതർവൈസ് രോഗവുമായിട്ട് ഒരു രോഗമായിട്ട് വന്ന് 16 രോഗമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പൊ പനിയും ചുമയൊക്കെ ആയിട്ട് വന്ന് അവസാനം ഇവിടുന്ന് പോകുമ്പോഴേക്കും വയറിനാസുഖമായിട്ട് പിന്നെ അടുത്ത ആഴ്ച വീണ്ടും വരണ്ടീരേ. കാരണം ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് വയറ് കേടായി. കാരണം എന്താ, ഒരു എത്രയോ കണ്ട് കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ സാധനമൊക്കെ എടുത്തിട്ട് പുതിയ രൂപത്തിൽ, പഴയതിനെ പുതിയ രൂപത്തിലാക്കിയൊക്കെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വയറ് കേടാക്കില്ലേ. അപ്പൊ വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും വരും. അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ ഇവരുടെ ഡയറ്ററി സർവീസസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ സറൗണ്ടിങ്സിൽ വൃത്തിയോടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പാത്രങ്ങൾ കഴുകുന്ന ഇടം അവിടെ ക്ലീൻ ആകണം. അല്ലാണ്ട് പാത്രം കഴുകുന്നത് ക്ലീൻ ആയിട്ട് എന്നിട്ട് വെക്കുന്നത് ക്ലീൻ അല്ലാത്ത മറ്റൊരു പരിസരത്താണെങ്കിൽ അത് അത്ര നല്ലതല്ലല്ലോ അല്ലെ. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമേഷൻ ടെക്നോളജി ആണ്. അതായത് വാട്ട് എവർ ഇൻഫോർമേഷൻസ് റിലേറ്റിംഗ് ടു ദ പേഷ്യൻസ് ഓർ എനി അതർ തിങ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷുഡ് ബി റെക്കോർഡ്, എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അതൊക്കെ ആവശ്യാനുസരണം ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അവർക്ക് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് വന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നു, അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് ആസ്ക് അവർ ചോദിക്കും. അപ്പൊ ഇതെല്ലാം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് ആണ് അടുത്തത്. എന്താണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്? സോഷ്യൽ സർവീസ്, അതെ, അതായത് നമ്മളുടെ MSW പോലെയുള്ളത്, അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതും എന്നാൽ ഒരു സാമൂഹിക സേവനം എന്നതുപോലെ. ഇന്ന് ഒത്തിരി ആളുകൾ MSW പോലെയുള്ള കോഴ്സുകൾ എടുത്തു പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ അവര് ഒരു കെയറിംഗ് ആണ്, വെൽഫെയർ ഓഫ് ദ പേഷ്യൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്.
അതായത് അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന് ഏത് തരത്തിലുള്ള എന്താ പറയാ സർവീസസ് ആണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു വിഭാഗം, അതും ഇന്ന് ഹോസ്പിറ്റൽസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇഫ് ദേ ആർ നോട്ട് കണ്ടന്റഡ്, അവർക്ക് തൃപ്തിയില്ല, സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ദേ ക്യാൻ ഇൻഫോം ദം, ഇവരെ അറിയിക്കുക ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ശരിയായ രീതിയിലല്ല, ഇവിടുത്തെ ബിഹേവിയർ പാറ്റേൺ നഴ്സസിന്റെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഫാർമസിയിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന് 2 ദിവസം ഫാർമസിയിൽ വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അല്ലെ, ബില്ല് പേയ്മെന്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഇത്തിരി മോശമാണ്. അതൊക്കെ നമുക്ക് വി ക്യാൻ ഇൻഫോം ദം. അവർ അങ്ങനെയുള്ള സർവീസസ് ഇന്ന് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് അധികം സമയമെടുക്കാതെ ഹോസ്പിറ്റൽസിൽ നിന്ന് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയൊക്കെ ഇവരിലൂടെയൊക്കെ നമുക്ക് കിട്ടും. ഫിസിയോതെറാപ്പി ഓൾസോ ഈസ് അനദർ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഫിസിയോതെറാപ്പി അല്ലെ, നമ്മുടെ ബോഡി മസിൽസിന്, ജോയിന്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഫ്രാക്ഷൻസ് ഒക്കെ സംഭവിച്ചു, വല്ലതും വീണ്, ഇപ്പൊ മഴക്കാലൊക്കെയാണ്, ഓടിച്ചാടി വീണു, അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാക്ഷൻസ് ഒക്കെ ശരിയാക്കി, എന്താ പറയാ പ്ലാസ്റ്റർ ഇട്ടു, അതൊക്കെ ചെയ്തു, ഓക്കെ ആയി. പക്ഷെ ആഫ്റ്റർവേർഡ്സ് ചിലപ്പോ ആ സമയമൊക്കെ ആകുമ്പോ, പിന്നീട് അടുത്ത വർഷമൊക്കെ ആ കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും വേദനകൾ ചിലപ്പോ ആ ജോയിന്റ്സിലൊക്കെ ഉണ്ടാകും. കാരണം ഒരു ഫ്രാക്ഷൻ വന്നിട്ട് നമ്മളവിടെ എന്താ പറയാ ജോയിൻ ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്ത സ്ഥലമല്ലേ, സർജറി ഒക്കെ നടത്തി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട് ഓരോ വർഷവും. അപ്പൊ അതെന്താ, ആ ഒരു ഫ്രാക്ഷൻ ഒക്കെ കഴിഞ്ഞ് സർജറീസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു അധികം താമസിക്കുക, അതിനൊരു ഫിസിയോതെറാപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പെയിൻസിനെ നമുക്ക് വരും സമയങ്ങളിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഓൾ ദ തിങ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഒത്തിരി മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മാത്രമല്ല ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ബിൽഡിങ്, ഓക്കെ, ഇതിനൊക്കെ ചില പോരായ്മകളൊക്കെ വരാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, മെഡിക്കൽ എക്യുപ്മെന്റുകൾ ക്ലിയർ ആക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റ്. ഞാൻ അന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ ഈ ഇത്തരം മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ ഒക്കെ ഫോൺ നമ്പേഴ്സോ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒക്കെ ഒന്ന് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ചോദിക്കുള്ളൂ. ഇതേ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതേ അവിടെ ഇന്ന മെഷീൻ വർക്കിംഗ് അല്ല, ഡിസോർഡർ ആയിപ്പോയി, എന്ത് ചെയ്യണം എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഇവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു എന്താ പറയാ മൊബൈൽ നമ്പറുകളൊക്കെ പാസ് ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. ഇവരാണ് ഇതിന്റെ ഒക്കെ ഓവറോൾ നോക്കേണ്ടത്. ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിപ്പിക്കുന്ന മെഷീൻസ് ആയിക്കോട്ടെ, ബിൽഡിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാലായിക്കോട്ടെ, അത് പെട്ടെന്ന് തന്നെ അറിയിക്കുക, ഇതൊക്കെ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ, പേഷ്യൻസ് ആണ് വരുന്നത്, രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? മെഡിക്കൽ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും മെയിൻ്റനൻസ് വരേണ്ട സാധനങ്ങളെല്ലാം തന്നെ. ഓക്കെ, ലാസ്റ്റ് വൺ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒത്തിരി മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മെഡിസിൻസ് ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തൊക്കെയാണോ വാങ്ങിക്കുന്നത് അതിന്റെയൊക്കെ റെക്കോർഡ്സ് എഴുതി വെക്കുക, സൂക്ഷിക്കുക. എഴുതൊന്നും വേണ്ടല്ലോ, ഇപ്പൊ കമ്പ്യൂട്ടറിലെ ഫയലുകളിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇന്ന മെഷീൻസ് ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കാർഡിയോളജിയിൽ ഇന്ന മെഷീൻസ് ഉണ്ട്, ഓക്കെ, ഓർത്തോയില് ഇത്ര മെഷീൻസ് ഉണ്ട്, പീഡിയാട്രിക്സ് വിഭാഗത്തിൽ ഇന്ന മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് എന്താ പറയാ സേവ് ചെയ്ത് വെച്ചാൽ അവർക്ക് പിന്നീട് അതിനൊക്കെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കോ, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ കുറെ നാളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ എന്താ പറയാ ഔട്ട് ഓഫ് ഓർഡർ ആയി പോകും, അതായത് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാവും. സോ ദാറ്റ് ദേ ഹാവ് ടു ബി റീപ്ലേസ്. അതിന് പകരം നമുക്ക് മാറ്റിക്കൊണ്ടൊന്ന് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണേ. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന എന്ത് മെറ്റീരിയൽസിന്റെയും ഡാറ്റാസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ സ്മോൾ ഫയൽസുകളായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവർക്ക് അതെടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ദീസ് ആർ ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലിയർ ആയോ? എന്താണ് ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി, ഓരോ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ, ബോഡി ഫ്ലൂയിഡ്സ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ് അറിയാലോ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉപയോഗിച്ച് ഇമേജിംഗ് പ്രോസസ് ആണ് ചെയ്യാം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ് ആണ്. ഹോസ്പിറ്റൽ ഫാർമസി മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സ്, ഡീറ്റെയിൽസ് ഓഫ് എവറിത്തിങ്, എല്ലാ സാധനങ്ങളുടെയും റെക്കോർഡ്സ്. ഹൗസ് കീപ്പിംഗ്, എന്താ പറയാ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. ഓരോ കുഞ്ഞു ഫ്രേസോ വാക്കായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നോട്ട്സ് തരാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. അറിയാലോ, മനസ്സിലായില്ല എല്ലാവർക്കും? നെറ്റ് കട്ടായി പോയ ആളുകൾക്ക് ആർക്കെങ്കിലും ആയിരിക്കും ഇച്ചിരി എന്തെങ്കിലും കേൾക്കാതിരുന്നേ. അവിടെ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ പോയിട്ടില്ല. ആ ഒരു പോയിന്റുകൾ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, ഞാൻ ആർക്കെങ്കിലും ക്ലിയർ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയവര് ആരോ ഒരാള് അവിടെ എന്തോ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചിരുന്നു.
ഹിസ്റ്റോളജിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടാ. അപ്പൊ ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടാ. അപ്പൊ അടുത്ത ക്ലാസ്സുകളില്ല, നമുക്കിനി അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ. ഇന്ന് ഇനി ക്ലാസ് ഇല്ല എന്നാണ്. ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ ബൈ. Okay, thank you.